പള്ളിയിൽ പോകേണ്ടതും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കേണ്ടതും പള്ളിയുടെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണെന്ന് ഓർത്തേക്കണേ. ചിലരുടെ വിചാരം നിങ്ങൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചാലാണ് അച്ഛന്മാർക്ക് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടുന്നത്. അല്ല. പള്ളിക്ക് ബോണസ് പോയിന്റ് കിട്ടുന്നത് അല്ല. നിങ്ങൾ വീട്ടിൽ ബലം പിടിച്ചിരിക്കുമ്പോൾ ഞങ്ങളങ്ങ് വാടിപ്പോവാണ്. ഇല്ല. അങ്ങനൊന്നും ചിന്തിച്ച് നിങ്ങൾ മണ്ടന്മാരായിട്ട് മാറരുത്. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ അവകാശമാണ്. എന്നോട് ഒരു തവണ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പള്ളിയിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് വേറൊരു പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പം ഞാൻ ആളോട് പറഞ്ഞത് ഈ വാക്കാണ് പറഞ്ഞത്, ഇടവക ദേവാലയം എൻ്റെ അവകാശമാണ്. ഇടവക ദേവാലയം എൻ്റെ അവകാശമാണ്. ഒന്നിനെ പ്രതിയും ആ ഇടവക ദേവാലയത്തിലെ കുർബാന അർപ്പണത്തെ മുടക്കേണ്ട കാര്യമില്ല. അങ്ങനെ മുടക്കുമ്പോൾ ആരാ തോറ്റുപോകുന്നത്? നമ്മൾ തോറ്റുപോകുന്നത്. അങ്ങനെ തോറ്റുപോകേണ്ട കാര്യം എന്താ? എൻ്റെ ഇടവക ദേവാലയം എൻ്റെ അവകാശമാണ്, അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്ന വിചാരത്തോടെ ഇടവകയോട് ബന്ധപ്പെട്ട് ജീവിക്കണം. ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 3 സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം എന്നവിടെ കിടപ്പുണ്ട്. ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. 2 ദിനവൃത്താന്തം 7:13. അതിങ്ങനെയാണ്, ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ. അടുത്തത്, ദേശത്തെ കൃഷി നശിപ്പിക്കാൻ വെട്ടുകിളികളെ നിയോഗിക്കുകയോ എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ, ബാക്കി ആലയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. 3 കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തത്, ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ. 2, ദേശത്തെ കൃഷി നശിപ്പിക്കാൻ വെട്ടുകിളികളെ നിയോഗിക്കുകയോ. 3, ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ പള്ളിയിലോട്ട് പോരണം.